ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബട്ടറും പാലും ഒന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, കൊക്കോ പൗഡർ ഞാനിവിടെ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ എടുത്താൽ മതിയാവും. മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ മിക്സ്ചർ കുറച്ചായി ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ ഇളക്കി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ 14 കപ്പ് കേക്ക് ആക്കാനുള്ള ബാറ്ററാണ് ഉള്ളത്. ഇനി കപ്പ് കേക്ക് മൗൾഡിലേക്ക് പേപ്പർ കപ്സ് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ 3/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫ്രോസ്റ്റിംഗ് ചെയ്യാതെയും ഈ കപ്പ് കേക്ക് നല്ല ടേസ്റ്റിയാണ്. ഇതിനായി ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 140 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് കട്ടിയാകാൻ വേണ്ടി വീണ്ടും ഞാനൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നല്ല സ്മൂത്ത് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.